സ്റ്റഡി സെൻറ്ററിലെ വിദ്യാർത്ഥികളെല്ലാവരും നീറ്റിന് വേണ്ടിയുള്ള വളരെ നല്ല അടിപൊളി പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അവർ നീറ്റിന് വേണ്ടി അപ്പിയർ ചെയ്യാൻ വേണ്ടി അവരിങ്ങനെ ഫൈനൽ പ്രിപ്പറേഷനിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഈ സമയത്ത് 1 ഇയർ ആയിട്ട് നമ്മുടെ കൂടെയുള്ള കുട്ടികളാണ് ഇത് ഇവരെല്ലാവരും. ഒരുപാട് കുട്ടികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് അവരുടെ അടുത്തൊരു എക്സ്പീരിയൻസ് ചോദിക്കാം. അവരുടെ ഒരു 1 ഇയർ എക്സ്പീരിയൻസ് എന്തായിരുന്നു, എന്തൊക്കെയായിരുന്നു അവർക്ക് ബുള്ളറ്റിൽ നിന്ന് കിട്ടിയത്, അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ഈ ഒരു 1 ഇയറത്തെ ഒരു കാര്യം എന്തൊക്കെ വിശേഷങ്ങളാണ് പറയാനുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഹായ്, ഐശ്വര്യ, തിരുവനന്തപുരം. അപ്പം മോൾക്ക് എന്താണ് ഈ ഒരു 1 ഇയർ ബുള്ളറ്റിൽ ഇപ്പോൾ സ്പെൻഡ് ചെയ്തു അല്ലേ? അപ്പോൾ എന്താണ് 1 ഇയർ ഇവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വെച്ച് മോളുടെ ഒരു അനുഭവം എന്താ? ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര അറ്റ്മോസ്ഫിയർ ഭയങ്കര നല്ലതാണ്. മീൻസ് പഠിക്കാനായാലും ഫ്രണ്ട്സ് ആയാലും ഹോസ്റ്റലായാലും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള ഒരു ഇതുമില്ല. കാരണം ഒരിപ്പം എല്ലാവരും റിപ്പീറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് കാണുമെന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷേ സീരിയസ്ലി അങ്ങനെ ഒന്നും തോന്നുന്നില്ല. നമുക്ക് എല്ലാവരും മീൻസ് മെൻറ്റേഴ്സ് ആയാലും ഇപ്പോൾ ക്ലാസ് ടീച്ചറാണെങ്കിൽ തന്നെ എടുത്ത് പറയണം, ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്കിപ്പോൾ മാർക്ക് കുറഞ്ഞാൽ പോലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും മീൻസ് നമുക്ക് ആ സ്ട്രെസ് ഒരിക്കലും തോന്നാറില്ല. അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് അവർ തരുന്നത് കൊണ്ട് തന്നെ ഭയങ്കര രസമാണ് ഇവിടെ പഠിക്കാനും എല്ലാത്തിനും വളരെ രസമായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് തന്നെയാണ് ഇവിടെ. ഓക്കെ, അപ്പം ഒരു 1 ഇയർ കംഫർട്ടബിൾ ആയിരുന്നു? അതെ അതെ, തീർച്ചയായിട്ടും. എൻ്റെ പേര് അലക്സ്. എവിടെയാണ് വീട്? കൊല്ലം, കൊട്ടാരക്കര. ഓക്കെ, എങ്ങനെയുണ്ട് മോൻ്റെ ഒരു ബ്രില്യൻ്റ് എക്സ്പീരിയൻസ് എന്തായിരുന്നു? 1 ഇയറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? 1 ഇയറിൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ വന്നിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ലൈക്ക് നമ്മൾ +1 +2 പഠിക്കുന്നവരല്ല ബെർലിനിൽ വന്ന് പഠിക്കുമ്പോൾ. ബോത്ത് ടോപ്പിക് വൈസ് ആൻഡ് കരിയർ അല്ല ക്യാമ്പസ് വൈസ്. ക്യാമ്പസ് എക്സ്പീരിയൻസ് പറയുന്നത് ഒരു ഇതാണ്, അതേസമയം ക്ലാസ്സുകൾ വേറൊരു ഇതാണ്. നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഫൗണ്ടേഷൻ്റെ ഒരു ഡെപ്ത്ത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇവിടുത്തെ ക്ലാസ്സിൻ്റെയാണ്. അതൊരു എഫക്റ്റാണ്, ഒരു ഇത് തന്നെയാണ്, ഒരു ഫാക്ടർ തന്നെയാണ്. പിന്നെ ഇവിടുന്ന് വരുന്ന മെറ്റീരിയൽസും അതെ, പഴയത് ഇവിടുത്തെ സാറുമാർക്കുള്ള ഡൗട്ട് ക്ലിയറൻസ്, ഇത് രണ്ടും നമുക്ക് ഒരു ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റിന് ഇവിടുന്ന് കിട്ടുമ്പോൾ അതിൻ്റെ എത്രത്തോളം അതിനകത്തുള്ള ഇൻഫോ ഉണ്ടെന്ന്, നമ്മൾ എന്ത് ഫൗണ്ടേഷൻ വെച്ചിട്ടാണ് +1 വെച്ച് വന്നത്, അതിൻ്റെ എത്രത്തോളം ഇൻഫോ ഉണ്ടെന്ന് നമുക്ക് പിന്നാണ് മനസ്സിലാവുന്നത്. എന്താ മോളുടെ പേര്? അക്സ. ഓക്കെ, എവിടെയാണ് മോളുടെ വീട്? കോട്ടയം. എങ്ങനെ ഉണ്ടായിരുന്നു മോളുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ആൻഡ് വാട്ട് യു ലൈക്ക് ദ മോസ്റ്റ് അബൌട്ട് ബുള്ളറ്റ്? ഫ്രണ്ട്സും ടീച്ചേഴ്സൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ എപ്പോഴെങ്കിലും മാർക്ക് കുറയുമ്പോഴോ പിന്നെ എപ്പോഴെങ്കിലും സങ്കടം വരുമ്പോഴോ ടീച്ചേഴ്സിനോട് നമ്മുടെ ഇമോഷൻസൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്ന ഇവിടുത്തെ പപ്സും പിന്നെ ബ്രേക്കിന് സമയത്ത് താഴെ പോയി എല്ലാവരും കൂടെ കഴിക്കുന്നതും അതൊക്കെ ഭയങ്കര വൈബായിരുന്നു. പിന്നെ പഠിക്കാനൊക്കെ നല്ല സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആദ്യമേ ഹോം സിക്നെസ് ആയിരുന്നു. ഞാൻ കുറേ തവണ വീട്ടിലോട്ട് പോകുമായിരുന്നു. പിന്നെ ടീച്ചേഴ്സൊക്കെ മനസ്സിലാക്കി തന്നു, അങ്ങനെ പോവല് ട്രൈ ചെയ്യണം ഇവിടെ ഇരിക്കാനായിട്ട്. പിന്നെ അടിപൊളിയായിരുന്നു എല്ലാം കൊണ്ടും. ഓവറോൾ ഫാമിലിയൊക്കെ എല്ലാവരും ഹാപ്പിയായിരുന്നു? എല്ലാവരും ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ നീറ്റ് നല്ലൊരു അടിപൊളി മാർക്ക് മേടിക്കാം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, മോളുടെ പേര്? നിത. ഓക്കെ, എവിടെയാണ് വീട്? മലപ്പുറമാണ്. ആദ്യമൊക്കെ ഒരു ഹോം സിക്നെസ് എനിക്ക് നമ്മൾ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. പിന്നെ സമയം പോയതേ അറിഞ്ഞില്ല. 1 ഇയർ ആയി എന്ന് പറയുമ്പോൾ ഇത്ര വേഗം പോയതേ അറിഞ്ഞില്ല. പിന്നെ ക്ലാസ്സസൊക്കെ ആയാലും എല്ലാം അടിപൊളിയാണ്, ബ്രില്യൻറ്റ്. ഞാൻ സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു +1 +2. അപ്പോൾ ഫസ്റ്റ് എനിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു, വന്നാൽ എങ്ങനെ ഉണ്ടാവും. നമ്മൾ എല്ലാവരും പറയുമല്ലോ CBSE കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ടൈമിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സസും ടീച്ചേഴ്സിൻ്റെ ഇതൊക്കെ കാരണം അടിപൊളിയായി പോകുന്നു. എന്താണ് നിങ്ങളുടെ പേര്? റഫ്ന, ഫിദ, സേതുലക്ഷ്മി. എവിടെയാണ് വീട്? ഞാൻ കോഴിക്കോട്. ഞാൻ മലപ്പുറത്ത് നിന്ന്. ഞാൻ ആലപ്പുഴ. 3 പേരും 3 ജില്ലയാണ്. ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ നിങ്ങൾ? റൂംമേറ്റ്സ് ആണ്. റൂംമേറ്റ്സുമാണ്. ബ്രില്യൻറ്റിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇവിടുത്തെ കോമ്പറ്റീഷനാണ്. ഭയങ്കര ഹെൽത്തി കോമ്പറ്റീഷനാണ്. നമുക്കൊരു ബാഡ് വൈബ് അടിക്കത്തില്ല, പക്ഷെ നമുക്ക് കൂടുതൽ പഠിക്കാനായിട്ട് അത് മോട്ടിവേറ്റ് ചെയ്യും. പിന്നെ പ്രൊഫസേഴ്സ് ആണെങ്കിലും ക്ലാസ് ടീച്ചേഴ്സ് എല്ലാവരും അടിപൊളിയാണ്. നമുക്ക് എപ്പോഴും എക്സാമിനൊക്കെ മാർക്ക് പറഞ്ഞാലും എപ്പോഴും നമ്മുടെ കൂടെ നമ്മുടെ മെൻറ്റേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. ഹോസ്റ്റലിലാണെങ്കിലും പഠിക്കാനുള്ള നല്ല അറ്റ്മോസ്ഫിയറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്യാറും ഒക്കെ ഉണ്ടായിരുന്നു. വന്നപ്പോൾ അറിയത്തില്ലായിരുന്നു എങ്ങനെ ആവുമെന്ന്. പിന്നെ നല്ല റൂംമേറ്റ്സിനെ കിട്ടി. പിന്നെ ഹോസ്റ്റൽ നല്ലായിരുന്നു. പിന്നെ ക്ലാസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ബെസ്റ്റാണ്. എല്ലാത്തിനും ബ്രില്യൻ്റ് കൂടെ ഉണ്ട്. പിന്നെ മാർക്ക് കുറഞ്ഞാലും ക്ലാസ് ടീച്ചറുണ്ട്, മെൻറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസ് ആയാലും നമുക്ക് ലൈബ്രറി ഉണ്ട്. പിന്നെ പ്രൊഫസേഴ്സിൻ്റെ അടുത്ത് എപ്പോൾ വേണമെങ്കിലും പോകാൻ പറ്റും. സ്റ്റഡിങ് അറ്റ്മോസ്ഫിയർ എല്ലാം കൊണ്ടും ഇപ്പം റൂംമേറ്റ്സ് ഫ്രണ്ട്ഷിപ്പും ഉണ്ടായാലും പിന്നെ സ്റ്റഡീസും ഉണ്ടായാലും എല്ലാം കൊണ്ടും ബ്രില്യൻ്റ് നല്ലൊരു എക്സ്പീരിയൻസ്. ഹാപ്പിയാണ്. എൻ്റെ പേര് ആദിൽ, ഞാൻ കൊല്ലത്തുനിന്ന്. എൻ്റെ പേര് റോൺ, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു.
എൻ്റെ പേര് വിഷ്ണു, ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ബ്രില്യൻ്റ് വന്നിട്ട് എനിക്ക് അത്യാവശ്യം നല്ല ഒരുപാട് കാര്യങ്ങൾ തന്നെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ലൈക്ക് നീറ്റിനെ പറ്റിയിട്ടായാലും വളരെ നല്ല ടീച്ചേഴ്സ് തന്നെയാണ്. ലൈക്ക് ഡൗട്ട് ക്ലിയറൻസ് ആയാലും വളരെ നല്ല ടീച്ചേഴ്സ് തന്നെയാണ്. അവരെല്ലാം നമുക്ക് ക്ലിയർ ചെയ്ത് തരും. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബ്രില്യൻ്റ് ഒരു ഭയങ്കര ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് നമ്മൾ സ്കൂളിൽ പഠിക്കണ പോലെ ഒന്നുമല്ല. ഇവിടെ മൊത്തത്തിൽ പഠിക്കണ തന്നെ നമ്മൾ വേറൊരു രീതിയിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രില്യൻ്റ് മൊത്തത്തിലൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. പഠിത്തത്തിനുപരി കുറേ ലൈഫ് ലെസൺസ് തരുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ടാണ് കുറേ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേരെ കണ്ടുമുട്ടിയത്. കേരളത്തിൽ തന്നെയാണെങ്കിലും പല സ്ഥലത്തു നിന്നുള്ള കൂട്ടുകാരെയും പല കൾച്ചറും എങ്ങനെ പല ആൾക്കാരുമായിട്ട് ഇടപെടുന്നു, ഒരു ഹാർഷ് കണ്ടീഷൻ അല്ലെങ്കിൽ മാർക്ക് കുറയുകയാണെങ്കിൽ എങ്ങനെ ഒരു ലൈഫിൻ്റെ ഡൗൺ സൈഡൊക്കെ നമ്മൾ ഫേസ് ചെയ്യണമെന്നും എല്ലാം ഇവിടെ വന്നിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ബ്രില്യൻ്റ് മൊത്തത്തിലൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പകരം നല്ല ഫാമിലിയാണ്. കാരണം ഇവിടെ ഒരു പരിധിവരെ നല്ല ഫ്രീഡമാണ്. ഫുള്ളും നമ്മുടെ സ്വന്തം കേപ്പബിലിറ്റീസിനകത്താണ്. ലൈക്ക് നമ്മളെ പഠിക്കാൻ ഫോഴ്സ് ചെയ്യാറില്ല, മാർക്ക് പറഞ്ഞൊന്നും പറയാറില്ല. അപ്പം ഫുള്ളും നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. നമ്മൾ സ്വന്തമായിട്ടൊരു പരിധിവരെ മെച്ചുവർ ആവാൻ ബ്രില്യൻ്റ് സഹായിക്കുമെന്ന് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.